ഹലോ, വെൽക്കം ടു ബെലേസ മീഡിയ. ഇന്ന് നമ്മളൊരു ക്ലീനപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ചാർക്കോൾ വെച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ക്ലീനപ്പ്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: പാല്, ചാർക്കോൾ പൗഡർ, തേൻ, അതേപോലെ മുൾത്താണി മിട്ടി. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ് മിൽക്ക് റെഡിയാക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ ചാർക്കോൾ പൗഡർ, 2 ടീസ്പൂൺ മിൽക്ക്. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രബ് ഉണ്ടാക്കാം. അതിനു വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡർ. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് സ്ക്രബ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പാക്ക് റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ 1 ടീസ്പൂൺ മുൾത്താണി മിട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചാർക്കോൾ പൗഡർ ഇടാം. 2 ടേബിൾ സ്പൂൺ പാലും. നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കാം. ഇനി ഞാൻ ഇടുന്നത് കാണിക്കല്ലേ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലീനപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ക്ലെൻസിങ് മിൽക്ക്, സ്ക്രബ്ബർ, അതേപോലെ പാക്ക്. അപ്പോൾ നമ്മുടെ ക്ലീനപ്പ് 3 സ്റ്റെപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ക്ലെൻസിങ്, അതേപോലെ സ്ക്രബിങ്, പിന്നെ നമ്മൾ പാക്ക് ഇടുക. അപ്പോൾ ഇനി നമുക്ക് ക്ലെൻസിങ് മിൽക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് കൈ ഉപയോഗിച്ച് സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്യാം. നമുക്ക് നനഞ്ഞൊരു ടിഷ്യൂ വെച്ചിട്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ് പ്രോസസ്സ്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്ക് സ്ക്രബ് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രബ് അപ്ലൈ ആയി. ഇനി നമുക്ക് ചെറുതായിട്ട് മസാജ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖം വാഷ് ചെയ്യാം. മുഖം വാഷ് ചെയ്ത് ഇപ്പം തന്നെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്കിന്ന് നല്ലൊരു ബ്രൈറ്റനിങ്ങും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത പാക്ക് നമുക്കിടാം. നമ്മൾ ഓൾറെഡി ഇത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇപ്പം നല്ലതായിട്ടൊന്ന് ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാവുള്ളൂ. മാക്സിമം പാക്ക് അപ്ലൈ ചെയ്യുമ്പം ഒരേ ഡയറക്ഷനിലിടാൻ ശ്രമിക്കണം. അതേപോലെ ഏത് ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്താലും കഴുത്തിലും ചെവിയിലും കൂടെ നമ്മൾ ഇടണം. അത് മറന്നു പോകരുത്. കാരണം എന്തിത് ചെയ്താലും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മുഖത്ത് മാത്രം നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടായിരിക്കും മൊത്തത്തിൽ കാണാനായിട്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങുന്ന വരെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് തുടങ്ങി. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഫേസ് കഴുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒപ്പിയെടുക്കാം. നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാം. നല്ലൊരു ഫ്രഷ് ലുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ക്ലീനപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ലൈവ് റിസൾട്ടാണ് ഇത് തരുന്നത്. ഇതിൻ്റെ പാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് അയക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.